1825 റേഞ്ചിൽ സോഫ്റ്റ് കോട്ട ഫാബ്രിക്കിൽ നമുക്ക് എംബ്രോയ്ഡറി ചെയ്ത് വരുന്ന സെറ്റാണ്. ശരിക്കും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് ഇത്. നമുക്ക് നല്ലൊരു ഒണിയൻ ടോണിലേക്ക് വരും. കോട്ടൺ ബോട്ടവും അതുപോലെ തന്നെ ഓർഗൻസയിലൊക്കെ നമുക്ക് ആപ്ലിക് വർക്ക് ചെയ്തിട്ടുള്ള കോട്ടയിൽ വരുന്ന ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്ന ബ്ലൂ ഷെയ്ഡാണ്. പിന്നെ നമുക്ക് നല്ലൊരു ലാവൻഡർ ടോൺ വരുന്നുണ്ട്. പിന്നെ വന്നേക്കുന്നത് ഗ്രീൻ കളർ. അങ്ങനെ 4 ഷെയ്ഡ്സിലാണ് വരുന്നത്. ഫസ്റ്റ് കളർ നമ്മൾ കാണുന്ന ഈ ഒരു ഒണിയൻ ടോൺ ആട്ടോ. നല്ല ഭംഗിയായിട്ട് വരുന്നൊരു പാറ്റേൺ ആണ്. കോട്ട ഫാബ്രിക് സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കിലേക്കാണ് നമുക്ക് ഈ ഒരു സെറ്റ് വന്നേക്കുന്നത്. ടോപ്പിൻ്റെ പാറ്റേൺ ഇങ്ങനെ വരും. യോക്ക് പോർഷനിലേക്കാണ് നമുക്ക് ഈ ഒരു എംബ്രോയ്ഡറി ചെയ്ത് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. ബാക്കി ഫുൾ നമുക്ക് പ്രിൻറ്റഡ് ആയിട്ടായിരിക്കും വന്നേക്കുന്നത്. ദുപ്പട്ട വരുമ്പം ദുപ്പട്ടയിൽ നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി ആണ്. സെൻറ്ററിൽ ഓർഗൻസ ഫാബ്രിക്കിൽ എംബ്രോയ്ഡറി ചെയ്ത് ആപ്ലിക് വർക്കും ചെയ്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ സൈഡിൽ നമുക്ക് സ്കാലപ്പ് പാറ്റേണും എംബ്രോയ്ഡറിയാണ് വരുന്നത്. ഫുൾ നമുക്ക് എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുന്നത്. ബോട്ടം പ്ലെയിൻ ആയിട്ടുള്ള കോട്ടൺ ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത്. സെയിം പാറ്റേൺ ഡാർക്ക് ബ്ലൂ ടോണിലാണ് ഈ സെറ്റ് നമുക്ക് വരുന്നത്. നല്ലൊരു ഡാർക്ക് ലാവൻഡർ ടോണിലാണ് ഈ സെറ്റ് വന്നേക്കുന്നത്. സെയിം പാറ്റേൺ ഗ്രീൻ ടോണിലാണ് ഈ സെറ്റ് വരുന്നത്.